കഥ തുടങ്ങുന്നത് നമ്മുടെ കഥാനായകനായ ഓമിയെ കാണിച്ചുകൊണ്ടാണ്. ഓമി ഒരു ഹൈസ്കൂൾ വിദ്യാർത്ഥിയാണ്. അവനാണെങ്കിൽ ആ സ്കൂളിൽ ഭയങ്കര പോപ്പുലർ ആണ്. ലുക്സ് കൊണ്ടും പഠനം കൊണ്ടും സ്പോർട്സിലുള്ള അവന്റെ കഴിവ് കൊണ്ടും ഒക്കെ തന്നെ എല്ലാവർക്കും അവനെ വലിയ കാര്യമാണ്. ഇപ്പൊ തന്നെ അവനൊരു ബാഡ്മിന്റൺ മത്സരത്തിൽ വിജയിച്ച് നിൽക്കുമ്പോൾ പെൺകുട്ടികളെല്ലാം അവനെ കൺഗ്രാറ്റുലേറ്റ് ചെയ്യാനായിട്ട് മത്സരിച്ച് ഇങ്ങനെ നിൽക്കുകയാണ്. ഇവിടെ നടക്കുന്ന ഈ ഒരു കാര്യങ്ങള് മാറി നിന്ന് നമ്മുടെ കഥാനായികയായ എറിക്കോ കാണുന്നുണ്ടായിരുന്നു. എറിക്കോ ആ പെൺപിള്ളാര് ഓമിയെ പൊതിഞ്ഞു നിൽക്കുന്നത് കണ്ട് ഭയങ്കര അസൂയയിൽ ഇങ്ങനെ നിൽപ്പുണ്ടെങ്കിലും വേഗം മാറിയിരുന്ന് അവളുടെ ഫോൺ എടുത്ത് ഒരു പോസ്റ്റ് തയ്യാറാക്കുന്നു. ഞാനും ഓമയും പ്രണയിക്കാണ്, പക്ഷെ പബ്ലിക്കിന് അറിയാതിരിക്കാനായി ഞങ്ങളുടെ പ്രണയം ഞങ്ങൾ അതീവ രഹസ്യമായി കൊണ്ട് നടക്കാം. അതൊന്നും ഓമയുടെ പിറകെ നടക്കുന്ന ഈ പെൺപിള്ളേർക്ക് അറിയില്ലല്ലോ. അവൻ ഓൾറെഡി ബുക്ക്ഡ് ആണ്, അവൻ എന്റെ ആളാണെന്ന് ഇവളുമാർക്ക് അറിയില്ലല്ലോ എന്നെല്ലാം ഇങ്ങനെ പോസ്റ്റ് ഇടുന്ന എറിക്കോ ആ പോസ്റ്റ് ഒക്കെ ഇടുന്നതാകട്ടെ അവളുടെ സ്വന്തം അക്കൗണ്ടിൽ നിന്നല്ല. അവൾക്ക് ലവ് സിക് എലി എന്ന ഒരു ഫേക്ക് അക്കൗണ്ട് ഉണ്ട്. അതിൽ നിന്നാണ് അവൾ ഈ പോസ്റ്റുകൾ ഇടുന്നത്. അവളും ഉമ്മയും തമ്മിലുള്ള പ്രണയത്തിന്റെ എല്ലാ കാര്യങ്ങളും അവൾ അതിൽ പോസ്റ്റ് ആയിടും. പക്ഷെ അതിലെ ഏറ്റവും വലിയൊരു ട്വിസ്റ്റ് എന്താണെന്ന് വെച്ചാൽ സത്യം എറിക്കോയും ഉമ്മയും തമ്മിൽ അങ്ങനെ ഒരു പ്രണയവും ഇല്ല. ആരാണ് എറിക്കോ എന്നത് ഉമ്മയ്ക്ക് അറിയാൻ പോലും ഉള്ള സാധ്യതയില്ല. കാരണം അവൻ സ്കൂൾ പോപ്പുലർ ആണ്. ഇവൾ വെറും ഒരു പഞ്ചപാവം പെൺകുട്ടി. ഇവൻ ക്ലാസ്സിലെ മറ്റു കുട്ടികൾ പോലും അവളെ മൈൻഡ് ആക്കാറോ കൂട്ടുകൂടി നടക്കാറോ ഒന്നുമില്ലാത്ത വെറും ഒറ്റപ്പെട്ട് കഴിയുന്ന ഒരു സാധാരണ പെൺകുട്ടി. അവളുടെ മനസ്സിൽ പക്ഷേ അവൾക്ക് ഉമ്മയെ പ്രണയിക്കണമെന്നുണ്ട്. പക്ഷെ അവനെ പോലെ വലിയ പോപ്പുലർ ആയ ഒരാൾ തന്നെ പ്രണയിക്കാൻ സാധ്യതയില്ല എന്ന് അവൾക്ക് തന്നെ തോന്നലുള്ളത് കൊണ്ട് അവളുടെ ഒരു സമാധാനത്തിനും അവളുടെ ഒരു സന്തോഷത്തിനും ഒക്കെ വേണ്ടി അവൾ തന്നെ തയ്യാറാക്കുന്നതാണ് അവനുമായിട്ടുള്ള ഈ ലവ് പോസ്റ്റുകൾ. അവളുടെ മനസ്സിൽ അവനെ പ്രണയിച്ചാൽ അങ്ങനെ ആവും ഇങ്ങനെ ആവും എന്നൊക്കെ ഓരോന്ന് സങ്കല്പിച്ചു കൂട്ടി അതൊക്കെ അവൾ ഇങ്ങനെ പോസ്റ്റായി സോഷ്യൽ മീഡിയയിൽ ഇടും. വേറൊരു പേരിലുള്ള അക്കൗണ്ട് ആയതുകൊണ്ട് തന്നെ ഇത് ഇവളാണെന്ന് ആർക്കും അറിയില്ല. എങ്കിലും അവളുടെ സ്ഥിരം പോസ്റ്റുകൾ കണ്ട് അവൾ എഴുതിയിടുന്ന കാര്യങ്ങൾ കറക്റ്റായി ഫോളോ ചെയ്യുന്ന അവളുടെ ഒരു ഫോളോവർ ഉണ്ട് എന്ന് നമുക്ക് കാണാം. പക്ഷെ ആരാണ് ആ ഫോളോവർ എന്നത് നമുക്കറിയില്ല. അവളുടെ എല്ലാ പോസ്റ്റുകൾക്കും ലൈക്കും കമന്റും ഒക്കെ ആ ഫോളോവർ ഇടാറുണ്ട്. അങ്ങനെ ഇവിടെ കാര്യങ്ങൾ നടക്കാണ്. ഒമിയെ ഇഷ്ടപ്പെടുന്ന പെൺപിള്ളാര് അവന് കുറെ ഗിഫ്റ്റുകൾ നൽകും. സ്നാക്സ്, കുക്കീസ്, അങ്ങനെ പല പല കാര്യങ്ങൾ. ഒമി അതൊക്കെ ആവട്ടെ പരമ പുച്ഛത്തില് ഒന്ന് ടേസ്റ്റ് പോലും ചെയ്യാൻ നോക്കാതെ അവരൊന്നും കാണാതെ എടുത്ത് കളയാറുണ്ട്. ഒരു ദിവസം അവൻ അങ്ങനെ ഒരു റൂമിലിരുന്ന് അവന്റെ ഫാൻ ഗേൾസ് കൊടുത്ത കുക്കീസ് ഒക്കെ എടുത്ത് കളയുന്ന കാഴ്ച വളരെ യാദൃശികമായി എറിക്കോ കാണുന്നുണ്ട്. ഓ, നീ എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് അത് കണ്ട് ഒമയുടെ കൂടെയുള്ള അവനെ വളരെ അടുത്തറിയാവുന്ന ഒരു സാറ് ചോദിക്കുമ്പോൾ എനിക്കിതൊന്നും വേണ്ട, അവരോട് ഞാൻ പറഞ്ഞിട്ടാണോ അവരെനിക്കിതൊക്കെ തരുന്നതെന്ന് അവൻ ഏതാണ്ട് ഭയങ്കര പുച്ഛത്തിൽ സംസാരിക്കുമ്പോൾ ഇത് കാണുന്ന എറിക്കോയ്ക്ക് അയ്യോ ഓമ ഇങ്ങനത്തെ ഒരാളാണോ, വളരെ സ്വീറ്റ് അല്ലേ അവൻ, അവൻ ഇങ്ങനൊക്കെ ചെയ്യുവോ, ഇങ്ങനെ അഹങ്കാരത്തിൽ സംസാരിക്കുവോ, അവനെ ഇഷ്ടപ്പെടുന്നവരെ ഇതുപോലെ പുച്ഛിച്ച് സംസാരിക്കോ എന്നൊക്കെ ഡൗട്ടായി അവൾ ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുമ്പോഴേക്കും അവൾ ചാരി നിന്നിരുന്ന ഡോർ ഇളകി അവളും ഡോറും കൂടി ചേർന്ന് ഓമ ഉണ്ടായിരുന്ന റൂമിലേക്ക് വന്ന് വീഴുന്നു. അവൾ ആകെ ചമ്മിപ്പോവാണ്. അയ്യോ സോറി, ഞാൻ അറിയാതെ, ഞാൻ വേഗം പോവാന്ന് പറഞ്ഞ് അവൾ അവിടെ നിന്ന് ഓടിപ്പോകുന്നുണ്ട്. അപ്പോഴേക്കും അവളുടെ മൊബൈൽ അവിടെ വെച്ച് മറന്നിരുന്നു. അതുകൊണ്ട് തന്നെ ആ മൊബൈൽ ഒമ്മിയുടെ കയ്യിൽ കിട്ടുന്നു. മൊബൈൽ മിസ്സായത് അറിയാതെ നേരെ ക്ലാസ്സിൽ പോയിരിക്കുമ്പോൾ അവിടേക്ക് ചെല്ലുന്ന ഒമ്മി ഇത് നിങ്ങളുടെ ഫോണാണോ എന്ന് ചോദിക്കുമ്പോഴേക്കും ഓൾറെഡി അവന്റെ മുന്നിൽ ചമ്മിയതിന്റെയും ഇപ്പൊ അവൻ ഇങ്ങനെ തന്നോട് സംസാരിക്കാനായി അടുത്ത് വന്നതിന്റെയും എക്സൈറ്റ്മെന്റിൽ ഇരിക്കുകയാണ് അവള്. ആ എന്റെ മൊബൈലാണെന്ന് പറഞ്ഞു കഴിയുമ്പോഴാണ് അയ്യോ അതിലെ പോസ്റ്റ് വല്ലതും ഇവൻ കണ്ടു കാണുമോ എന്ന് അവൾ പേടിക്കുന്നത്. അവൾ പേടിച്ച കണക്ക് തന്നെ അവൻ അതെല്ലാം കണ്ടിരുന്നു. ലൗസിക്കലി നിങ്ങളുടെ അക്കൗണ്ട് അല്ലേ, എന്തൊക്കെ ഇമാജിൻ ചെയ്ത് എഴുതി പിടിപ്പിച്ചിരിക്കുന്നതെന്ന് അവൻ ചോദിക്കുമ്പോൾ അവൾ ആകെ ചമ്മിപ്പോന്നുണ്ട്. അയ്യോ അത് ഞാൻ അറിയാതെ ഞങ്ങൊന്നും ഇല്ലാന്നൊക്കെ പറഞ്ഞ് അവൾ മൊബൈൽ വാങ്ങിക്കാനായി നോക്കുമ്പോൾ അവൻ കൊടുക്കുന്നില്ല. ദേ ഞാൻ അകത്ത് സംസാരിച്ച കാര്യങ്ങളൊക്കെ നീ കണ്ടല്ലോ, അതാരോടും പറയാതിരുന്നാല് നിനക്ക് അതിന്റെ ഗുണം കിട്ടുമെന്ന് അവൻ പറയുമ്പോ എന്താണെന്ന് അവൾക്ക് മനസ്സിലാവുന്നില്ല. അവൾ മിഴിച്ചു നിൽക്കുമ്പോൾ നീ നിന്റെ സങ്കല്പത്തില് എഴുതിയിരിക്കുന്ന കാര്യങ്ങളൊക്കെ റിയൽ ആക്കണ്ടേ, അതിനായിട്ട് ഞാനും മനസ്സ് വെക്കണ്ടേ എന്നൊക്കെ ചോദിച്ച് അവൻ അവളുടെ അടുത്തേക്ക് വളരെ ക്ലോസ് ആയി ചെല്ലുമ്പോഴേക്കും അവൾ ആകെ പേടിച്ച് വേണ്ട എനിക്കൊന്നും വേണ്ടെന്ന് പറഞ്ഞ് പിന്മാറി പോവാണ്. എന്തായാലും അത് കാര്യമാക്കണ്ട, ഞാൻ തമാശ പറഞ്ഞ, പക്ഷെ ഞാൻ അകത്ത് പറഞ്ഞ കാര്യങ്ങള് പുറത്തെങ്ങാനും പറഞ്ഞ നീ ഇമാജിൻ ചെയ്തു വെച്ചിരിക്കുന്ന കണക്ക് ഒരു സ്വീറ്റ് ആയിട്ടുള്ള ഒരാളല്ല ഞാൻ ആരാണെന്നുള്ളത് നീ അറിയുന്ന അവന്റെ ഒരു ഭീഷണിപ്പെടുത്തുന്ന രീതിയിൽ പറയുമ്പോ അവളാകട്ടെ ഇവൻ കിസ് ചെയ്യാനേ വന്നപ്പോ പെട്ടെന്ന് വെപ്രാളത്തിൽ മാറിയിരുന്നല്ലോ. ഇപ്പൊ അശോ അങ്ങനെ മാറണ്ടായിരുന്നു എന്ന് തോന്നി വേണമെങ്കിൽ എന്നെ കിസ് ചെയ്തോളാനായുള്ള മട്ടിൽ നിൽക്കുമ്പോ അവൻ അങ്ങനെ കിസ് ചെയ്യാൻ നിൽക്കാതെ ഞാൻ പറഞ്ഞു തോർത്തു വെച്ചോ, എന്റെ സീക്രട്ടായി തന്നെ മനസ്സിൽ വെച്ചേക്കണം, അത് ആരോടും പറഞ്ഞേക്കരുതെന്ന് അവളെ ഭീഷണിപ്പെടുത്തിയിട്ടാണ് അവൻ അവിടെ നിന്ന് പോകുന്നത്. ഒമി അങ്ങനെ സംസാരിച്ചിട്ട് പോകുമ്പോ എറിക്കോയ്ക്ക് സത്യത്തിൽ അവൻ തന്നോട് വന്ന് സംസാരിച്ചോ തന്നെ കിസ് ചെയ്യുന്ന കണക്ക് അടുത്തേക്ക് വന്നു എന്നതൊക്കെ വിശ്വസിക്കാനേ പറ്റുന്നില്ല. ഇതൊക്കെ സ്വപ്നാണോ സത്യമാണോ എന്നും മനസ്സിലാവാതെ ഇങ്ങനെ അവൾ നിൽക്കാണ്. എന്തായാലും ആ ഒരു സംഭവത്തോടു കൂടി ഇനി ഇമാജിൻ ചെയ്ത് അവനുമായി പ്രണയത്തിലാണെന്ന രീതിയിൽ പോസ്റ്റുകളൊന്നും ഇടണ്ട എന്നൊന്നും അവൾ തീരുമാനിക്കുന്നില്ല. അവൾ പൂർവാധികം ശക്തിയിൽ വീണ്ടും വീണ്ടും പലതും ഇമാജിൻ ചെയ്തു നോക്കി ആ അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. റിയാലിറ്റിയിൽ ഇല്ലാണ്ട് ഈ ഒരു സങ്കല്പ ലോകത്തിൽ തന്നെ ഞാൻ ജീവിച്ചിരുന്നെങ്കിൽ എത്ര നല്ലതായിരുന്നു എന്ന് പോലും അവൾക്ക് തോന്നുന്നുണ്ട്. അങ്ങനെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്ന സമയത്താണ് ഒരു ദിവസം വളരെ യാദൃശികമായി എറിക്കോ ഒരു കാഴ്ച കാണുന്നത്. അവളുടെ തന്നെ സ്കൂളിൽ പഠിക്കുന്ന സറ എന്ന ഒരു പെൺകുട്ടി ഒരു ജേഴ്സിയും എടുത്തോണ്ട് ഓടുന്നതിന്റെ ഇടയിൽ എറിക്കോ അവൾ തട്ടിയ സമയത്താണ് അവളുടെ കയ്യിലിരിക്കുന്ന ജേഴ്സിയിൽ ഒമ്മയുടെ പേരാണുള്ളത് എന്ന കാര്യം എറിക്കോ കാണുന്നത്. സറ അവന്റെ ജേഴ്സി കട്ടുകൊണ്ട് ഓടുന്നതാണെന്ന് എറിക്കോയ്ക്ക് മനസ്സിലാവുന്നു. ഇതുപോലെ ടക്കം കിട്ടിയ ഒമ്മയുടെ ഓർമ്മയ്ക്കായിട്ട് പല കാര്യങ്ങളും അടിച്ചു മാറ്റുന്നത് പെമ്പിള്ളാർക്കൊരു ഹരമാണ്. എന്തായാലും അങ്ങനെ എറിക്കോ ആട്ടെ ഒരാവശ്യത്തിന് സാറിനെ കാണാനായി സ്റ്റാഫ് റൂമിലേക്ക് ചെല്ലുമ്പോൾ അവിടെ ഓമി ഇരിക്കുന്നു. അത് പിന്നെ ഞാൻ സാറിനെ കാണാനായിട്ട് വന്നതാണെന്ന് അവൾ പറയുമ്പോൾ സാർ ഇവിടെ ഇല്ല, ഇപ്പൊ വരും അവൻ പറയുന്ന ടീമാണ്. അല്ല നീ എന്തേ
എപ്പോഴും ഇവിടെ സ്റ്റാഫ് റൂമിലും ഈ സാറുമായിട്ട് വലിയ ക്ലോസ് ആണല്ലോ എന്ന് എറിക്കോ ചോദിക്കുമ്പോ അത് പിന്നെ ഈ സാറ് എന്റെ അങ്കിളായിട്ട് വരും. അപ്പൊ പിന്നെ ഞങ്ങൾ ക്ലോസ് ആവാണ്ടിരിക്കുമെന്ന് ഓമി പറയുമ്പോഴാണ് അങ്ങനെ ഒരു റിലേഷന്റെ കാര്യം എറിക്കോ അറിയുന്നത്. ഓ ഞാനിത് അറിഞ്ഞിരുന്നില്ല എന്ന് അവൾ പറയുമ്പോ എന്തായാലും വന്ന് നീ എന്നെ പറ്റി പല കാര്യങ്ങളും അറിയുന്നുണ്ട്, ഇതൊന്നും പുറത്ത് പറയണ്ട, രഹസ്യമായിട്ട് തന്നെ വെച്ചാൽ മതി എന്ന് ഓമി പറയുമ്പോ എറിക്കോ അവന്റെ ജേഴ്സി മോഷണം പോയ കാര്യം പറയാണ്. ആ സാറ ജേഴ്സി എടുത്തോണ്ട് ഓടുന്ന കണ്ടു എന്ന് എറിക്കോ പറയുമ്പോ ഓമി അത് വലിയ കാര്യമാക്കുന്നില്ല. അവളത് ഇഷ്ടപ്പെടാതെ അവനെ എരിപിരി കയറ്റാനായി നോക്കുമ്പോ നീ എന്തിനാ അതിൽ ഇടപെടുന്നത്, അവരത് മോഷ്ടിച്ചോണ്ട് പോയി എന്തേലും ചെയ്തോട്ടെ, എനിക്കിതൊന്നും വലിയൊരു ഡീലല്ല എന്നിങ്ങനെ പറയുന്ന അവൻ ഇമാജിനേഷനിൽ തന്നെ പറ്റി ആവശ്യമില്ലാത്തതൊക്കെ എഴുതി പിടിപ്പിക്കുന്ന അവൾ തന്നോട് കൂടുതൽ കുശലം പറഞ്ഞുകൊണ്ട് വരണ്ടെന്നും അവൾ ഇൻസൾട്ട് ചെയ്യുന്ന രീതിയിൽ അവൻ സംസാരിക്കുമ്പോൾ അവനിൽ നിന്ന് അങ്ങനെ ഒന്നും പ്രതീക്ഷിക്കാതിരുന്ന അവൾക്ക് ഭയങ്കര സങ്കടാവുന്നു. അവൾ അപ്സെറ്റായി പോകുമ്പോൾ അവനും ഷോ അത്രയും റൂഡായി പറയണ്ടായിരുന്നു എന്നൊരു തോന്നൽ വരുന്നുണ്ട്. എന്തായാലും അവൾ പിന്നീട് ക്ലാസ്സിലിരിക്കുമ്പോൾ സാർ അവളെ കാണാനേ വരുന്നു. ഒമിയുടെ അങ്കിളാണ് ഈ സാർ. അവളോട് ഒരു ബുക്ക് കൊടുത്തിട്ട് അതിന്റെ റിവ്യൂ എഴുതാനായി ആവശ്യപ്പെടുമ്പോൾ അത് അവൾക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആണ്. പക്ഷെ തന്നെ എന്തിനു പെട്ടെന്ന് സാർ ഇങ്ങനെ സെലക്ട് ചെയ്തെന്ന് അവൾ മനസ്സിലാവാതെ നിൽക്കുമ്പോൾ നിനക്ക് നല്ല ഇമാജിനേഷൻ പവർ ഉണ്ടെന്ന് ഓമിയാണ് പറഞ്ഞത്, അതുകൊണ്ട് ഇത് നീ തന്നെ ചെയ്യണമെന്ന് പറഞ്ഞ് അവളുടെ കയ്യിൽ കൊടുത്തിട്ട് പോകുമ്പോൾ ഓമി തനിക്ക് വേണ്ടി റെക്കമെൻഡ് ചെയ്ത് സംസാരിച്ചോന്ന് ഭയങ്കര ഒരു അമ്പരപ്പിലായിരുന്നു അവൾ നിന്നത്. തന്നോട് ദേഷ്യപ്പെടുകയും എന്നാൽ തനിക്ക് വേണ്ടി മറ്റുള്ളവരോട് റെക്കമെൻഡ് ചെയ്യുകയും ചെയ്യുന്ന അവന്റെ ആറ്റിറ്റ്യൂഡ് അവൾക്ക് മനസ്സിലാവുന്നില്ല. അവൾ നേരെ പോകുന്നത് സെറയെ കാണാനായിട്ടാണ്. സെറയുടെ അടുത്ത് ആ ഒരു ജേഴ്സിയുടെ കാര്യം പറയാനായി അവൾ പോകുന്നത് കാണുന്ന ഓമി അവളെ ഫോളോ ചെയ്ത് പോകുന്നുണ്ട്. പക്ഷെ അപ്പോഴേക്കും അവൾ സെറയുടെ അടുത്തെത്തി ആ ജേഴ്സിയുടെ കാര്യം പറയുകയാണ്. ഇതിങ്ങനെ മോഷ്ടിക്കരുത്, മോഷണം ശരിയല്ല എന്നൊക്കെ പറഞ്ഞ് അവൾ സംസാരിക്കുന്ന ടീം സ്ലിപ്പായി താഴെ വീഴാനായി പോകുന്ന എറിക്കോയെ ഓമി പിടിച്ചു വെക്കുന്നു. ഈ ഒരു കാഴ്ച കണ്ട് അങ്ങോട്ടേക്ക് എത്തുന്ന സെറ എന്തിനാ ഇങ്ങനെ നിൽക്കുന്നേ, ബോയ്സിന്റെ അടുത്ത് ഇങ്ങനെ ക്ലോസ് ആയിട്ടൊന്നും നിൽക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് എറിക്കോയെ പിടിച്ചു മാറ്റുമ്പോ തന്റെ അടുത്ത് അവൾ ഇങ്ങനെ നിൽക്കുന്നതിന് കുശുമ്പ് കൊണ്ടല്ല സെറ അത് പറഞ്ഞതെന്ന് അത് കേൾക്കുന്ന ഓമിക്ക് മനസ്സിലാവുന്നുണ്ട്. എന്തിനാ എന്റെ ജേഴ്സി എടുത്തതെന്ന് ഓമി ചോദിക്കുമ്പോൾ നല്ല വൈറ്റ് കളർ ഒരു ക്ലോത്ത് എനിക്കപ്പോ ആവശ്യമായിരുന്നു, അതിനുവേണ്ടി മാത്രം എടുത്തതാണെന്ന് പറഞ്ഞ് അവന്റെ ഒരു ഫാനേ അല്ല താണെന്ന രീതിയിൽ സംസാരിച്ച് സെറ പോകുമ്പോ ഒരു പെൺകുട്ടി അവനെ ഇങ്ങനെ ഇൻസൾട്ട് ചെയ്ത് അല്ലെങ്കിൽ ഒരു റിജക്ട് ചെയ്ത് അവനൊരു വാല്യൂ കൊടുക്കാത്ത രീതിയിൽ സംസാരിച്ചിട്ട് പോകുന്നത് ഒമിക്ക് ഫസ്റ്റ് അനുഭവമായിരുന്നു. അതുകൊണ്ട് തന്നെ അവൻ ചമ്മിപ്പോയല്ലോ എന്ന് മട്ടിൽ നിൽപ്പാണ്. സാറിന് എല്ലാ പെൺകുട്ടികളും അവന്റെ ഫാൻ ആണെന്ന് പറഞ്ഞാണ് എപ്പോഴും സംസാരിക്കുക, പക്ഷെ ഇത് അങ്ങനെ ആയിരുന്നില്ല ഉണ്ടായിരുന്നത്. എന്തായാലും എറിക്കോ ചെന്ന് സംസാരിച്ചതുകൊണ്ടാണ് സെറയുടെ വായിന്ന് ഇങ്ങനെ വന്നതെന്ന് തോന്നുന്ന ഒമി എറിക്കോയോട് ചോദിക്കുന്നുണ്ട്, നിനക്ക് എന്തിന്റെ കേടാ, ആ ജേഴ്സി തിരിച്ചു വാങ്ങിച്ചു തരാനൊന്നും ഞാൻ ആവശ്യപ്പെട്ടില്ലല്ലോ, പിന്നെ നീ എന്തിനാ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ അവിടെ പോയി സംസാരിക്കുന്നതെന്ന്, നിനക്ക് ഇമാജിൻ ചെയ്ത് വല്ലൊക്കെ ഇരുന്ന് എഴുതിയാ പോരെ, വെറുതെ ഇടപെടുന്നത് എന്തിനാണെന്നല്ല ഒമി കളിയാക്കുമ്പോ ഞാൻ എന്തായാലും എഴുത്തൊന്നും നിർത്താൻ പോകുന്നില്ല, ഇനി എഴുതും, പക്ഷെ ചുമ്മാതങ്ങ് ഇമാജിൻ ചെയ്ത് എഴുതാനും പോകുന്നില്ല എന്ന് കരുതി നിന്നെ പറ്റി തന്നെ എഴുതുകയും ചെയ്യും, നീ റിയൽ ആയിട്ട് എന്താണ് എന്ന് എനിക്ക് മനസ്സിലാക്കി അത് വേണം എനിക്ക് എഴുതാനെന്ന് എറിക്കോ ഓമിയോട് പറയുന്നു. അത് കേൾക്കുന്ന ഓമി, അങ്ങനെ നിനക്ക് എന്നെ മനസ്സിലാക്കണമെങ്കിൽ നീ എന്നെ പ്രണയിക്കേണ്ടി വരും, ഞാൻ നിന്നെയും പ്രണയിക്കേണ്ടി വരും, എനിക്ക് പ്രണയിക്കാൻ മാത്രം നീ ആളുണ്ടോ എന്നുള്ള രീതിയിൽ അവൻ അവളെ കളിയാക്കുന്നുണ്ട്. നാളെ തൊട്ട് എന്നെ പ്രണയിക്കാൻ റെഡിയാണോ എന്ന് അവൻ ചോദിക്കുമ്പോൾ എന്ത് പറയണമെന്ന് അറിയാതെ അവൾ നിൽക്കുന്ന ടീം ഇപ്പൊ ഒരു മറുപടി പറയണ്ട, ആലോചിച്ച് മറുപടി പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു അവൻ പോകുമ്പോൾ അവൾ ആകെ കൺഫ്യൂസ്ഡ് ആണ്. അവൻ തന്നെ റിയൽ ആയി പ്രപ്പോസ് ചെയ്യാൻ നോക്കിയതാണോ അതോ ചുമ്മാ കളിയാക്കിയതാണോ എന്ന് അവൾക്ക് മനസ്സിലാവുന്നില്ല. അടുത്ത ദിവസം സ്കൂളിൽ വെച്ച് അവനെന്നും പറഞ്ഞ് ഒരു കൂട്ടം പെമ്പിള്ളാര് വട്ട് പിടിച്ച് നടക്കുന്നതും അവനെ ഫോളോ ചെയ്ത് നടക്കുന്നതും അവന്റെ പേര് പറഞ്ഞ് ഭയങ്കര എക്സൈറ്റഡ് ആവുന്നൊക്കെ കാണുമ്പോൾ ഇത്രയും പേര് അവന്റെ പുറകെ നടക്കുമ്പോൾ തന്നെ അവൻ ശ്രദ്ധിക്കാൻ ഒരു ചാൻസ് ഇല്ലാന്ന് അവൾ ഓർക്കുന്നുണ്ട്. അങ്ങനെ അവൾ നിൽക്കുന്ന ടീം ഇന്ന് ക്ലാസ് കഴിഞ്ഞ് ഒന്നിച്ച് വീട്ടിലേക്ക് പോയാലോ എന്ന് ഓമി എറിക്കയുടെ അടുത്ത് എന്ന് ചോദിക്കുമ്പോൾ അവൾ ഭയങ്കര ഹാപ്പി ആവുന്നുണ്ട്. അവൾക്ക് അങ്ങനെ അവന്റെ കൂടെ ഒന്നിച്ച് പോകണമെന്നുണ്ടെങ്കിലും അന്ന് അവൾ അവരുടെ ക്ലീനിങ് ഡ്യൂട്ടി ഏറ്റെടുത്തിരുന്നു. അത് അവളുടെ ഡ്യൂട്ടി അല്ല, മറിച്ച് അവളുടെ ക്ലാസ്മേറ്റ്സ് ഒക്കെ അവളുടെ തലയിൽ വെച്ചു കൊടുത്ത അവരുടെ ഡ്യൂട്ടിയാണ്. ആരെന്ത് പറഞ്ഞാലും ഏറ്റെടുക്കാൻ തയ്യാറല്ലേ, എങ്കിൽ നീ ക്ലീൻ ചെയ്തോണ്ടിരുന്നോ, എന്റെ കൂടെ വരണ്ടെന്ന് പറഞ്ഞ് അവൻ പിണങ്ങി പോകുന്നു. അവൾ അങ്ങനെ ആകെ നിരാശയില് ക്ലീൻ ചെയ്തോണ്ടിരിക്കുന്ന സമയത്ത് അവിടെ യോയി എന്നൊരു പയ്യനുണ്ട്. എന്ത് പറ്റി ഇങ്ങനെ ഒറ്റയ്ക്കിരുന്ന് പിറുപിറുക്കുന്നതെന്ന് യോയി ചോദിക്കുമ്പോൾ എന്ത് ചെയ്യാനാ, ഞാനൊരു പാവമായതുകൊണ്ട് മറ്റുള്ളവരെല്ലാം തന്നെ അവരുടെ ഡ്യൂട്ടി എന്റെ തല വെച്ച് തന്നിട്ടതേ പോയിരിക്കാണെന്ന് പറഞ്ഞ് അവൾ സംസാരിക്കുമ്പോൾ ആണോ എങ്കിതേ നീ എന്റെ ഡ്യൂട്ടിയും കൂടി ചെയ്തോന്ന് പറഞ്ഞ് അവൻ അവന്റെ ക്ലീനിങ് ഡ്യൂട്ടിയും കൂടി അവളുടെ കൊടുത്തിട്ട് പോകുമ്പോൾ ഇതിനായിരുന്നോടാ നീ എന്നോട് കുശലം പറഞ്ഞെന്ന് മട്ടില് അവളും ഇരിക്കുന്നു. അങ്ങനെ അടുത്ത ദിവസം സ്കൂളിലെ സ്പോർട്സ് മത്സരങ്ങൾ നടക്കുന്നുണ്ട്. ടേബിൾ ടെന്നീസിന് എറിക്കോ പേര് കൊടുത്തിരുന്നു. അവൾ അതിൽ നല്ലവണ്ണം പങ്കെടുത്ത് വിജയിക്കുന്നുണ്ട്. ഈ ഒരു ടീം യോയാകട്ടെ നന്നായി ഗെയിം കളിച്ചു എന്ന് അവളോട് സംസാരിച്ച് നിൽക്കുന്ന സമയത്താണ് അധികം വൈകാതെ ഒമിയുടെ ബാഡ്മിന്റൺ തുടങ്ങുന്ന കാര്യം അവൾ അറിയുന്നത്. അവന്റെ മാച്ച് അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അവൻ ആ ബാഡ്മിന്റൺ ഒക്കെ കളിച്ച് നിൽക്കുന്നത് കാണുമ്പോൾ അവൾക്ക് ഭയങ്കര ഒരു എക്സൈറ്റ്മെന്റ് ആണ്. അതുകൊണ്ട് തന്നെ അവന്റെ ഗെയിം കാണാനായി അവൾ ഭയങ്കര ത്രിൽ അടിച്ച് നിൽപ്പുണ്ടെങ്കിലും അവളെ ഏറെ നേരമായിട്ട് വെയിറ്റ് ചെയ്തിട്ട് ഗെയിം കളിക്കാനായി അവൻ എത്തുന്നില്ല. അവൻ ഗെയിം തുടങ്ങുന്നതിന് മുന്നേ പ്ലേയേഴ്സ് എല്ലാം റെഡി ആവുന്ന ഒരു സ്ഥലം ഉണ്ടല്ലോ, അവിടെ ഇരിക്കുന്ന ടീം ഒമിക്ക് ഗെയിം ഒന്നും കളിക്കാൻ അറിയില്ലെങ്കിലും അവൻ കാണാൻ കുറച്ച് സുന്ദരനായതുകൊണ്ടും അവനെ പെമ്പിള്ളാർക്കൊക്കെ വലിയ കാര്യമായതുകൊണ്ടും ചുമ്മാ അവന്റെ ടീമിൽ പിടിച്ചു വെച്ചിരിക്കുകയാണെന്ന രീതിയിൽ ഒരു ടോക്ക് അവിടെ അവന്റെ ടീമിൽ തന്നെയുള്ള ചില പയ്യന്മാർക്കിടയിൽ നടക്കുന്നത് കണ്ട് ഇവന്മാർ എന്നെ പറ്റി ഇങ്ങനെയൊക്കെയാണ് വിചാരിച്ചു വെച്ചിരിക്കുന്നത്, എങ്കിലേ എനിക്ക് മത്സരിക്കാൻ ഒരു താല്പര്യമില്ലെന്ന രീതിയിൽ
അവൻ ആ മത്സരത്തിൽ പങ്കെടുക്കാതെ മാറിപ്പോയിരുന്നു. അവളായിട്ട് ഇതറിയാതെ ഏറെ നേരം അവനെ വെയിറ്റ് ചെയ്തിരിക്കുന്നു. ഇവനെന്താ വരാതെ, ബാക്കി എല്ലാവരും ടീമിന് വന്നല്ലോ നമ്മൾ ചിന്തിച്ചിരിക്കുമ്പോഴാണ് അവനെന്തോ പരിക്കേറ്റു, അതുകൊണ്ട് ഒമി ഇന്ന് കളിക്കുന്നില്ല എന്നുള്ള രീതിയിൽ ഒരു ടോക്ക് അവിടെ കുട്ടികൾക്കിടയിൽ നടക്കുന്നത് എറിക്കോ കേൾക്കുന്നത്. ഒമിക്ക് പരിക്കേറ്റോന്ന് ടെൻഷൻ ആവുന്ന എറിക്കോ വേഗം അവനെ കാണാനേ പോകുമ്പോൾ അവൻ പതിവ് കണക്ക് തന്നെ ആ സാറിന്റെ റൂമിൽ ഇങ്ങനെ റെസ്റ്റ് എടുത്തിരിക്കുകയാണ്. അവൻ ഉറങ്ങുന്നത് കാണുന്നവൾ ഡിസ്റ്റർബ് ചെയ്യാതെ അവൻ വിജയിക്കുമ്പോൾ ഗിഫ്റ്റ് ചെയ്യാനായി കയ്യിൽ കരുതിയിരുന്ന ജേഴ്സി ഇപ്പൊ അവിടെ വെച്ചിട്ട് പതിയെ പോകാനേ നോക്കുമ്പോൾ അവളുടെ കയ്യിൽ നിന്ന് സാധനങ്ങൾ തട്ടിമറിഞ്ഞ് വീണ് ആ സൗണ്ടിൽ അവൻ ഉണരാണ്. പരിക്കേറ്റിരിക്കല്ലേ എന്നിങ്ങനെ അവൾ ചോദിക്കുമ്പോൾ പരിക്കേറ്റൊന്നുമല്ല, ഞാൻ മനഃപൂർവ്വം മാച്ച് ചെയ്ത് മാറി നിന്നതാണെന്ന് അവൻ ഓപ്പണായി തന്നെ പറയുന്നുണ്ട്. അങ്ങനെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞത് കേട്ട് ഇങ്ങനെ പിന്മാറാനുള്ളതാണെന്ന് ദേഷ്യം വരുന്ന അവൾ അവനോട് വായി വരുന്നതൊക്കെ പറഞ്ഞിട്ട് പോകുമ്പോൾ അവൻ ആദ്യം ഒന്നും പിടികിട്ടില്ല. പക്ഷെ പിന്നീട് അവൾ കൊടുത്തിട്ട് പോയ ജേഴ്സിയും പറഞ്ഞ വാക്കുകളും ആലോചിക്കുമ്പോൾ വല്ലവരും പറഞ്ഞത് കേട്ട് താൻ ഇങ്ങനെ പിന്മാറാൻ പാടില്ലായിരുന്നു എന്നതാണ് അവൾ ഉദ്ദേശിച്ചതെന്ന് അവൻ വേഗം ആ ജേഴ്സി എടുത്തുകൊണ്ട് അവളുടെ പുറകെ പോകുന്നു. അപ്പോഴേക്കും മുന്നേ കളിച്ചിരുന്ന ടേബിൾ ടെന്നീസ് ഉണ്ടല്ലോ, അതിന്റെ സെമി ഫൈനൽ റൗണ്ട് ആയിരുന്നു അവൾ വിജയിച്ചിരുന്നത്. ഇപ്പൊ ഫൈനൽ റൗണ്ട് മത്സരങ്ങൾ നടക്കാണ്. അവിടെ നിന്ന് അവൾ വിജയിക്കാനായി അവൻ ചിയർ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഒട്ടും പ്രതീക്ഷിക്കാതെ അവൻ അവൾക്ക് വേണ്ടി ചിയർ ചെയ്യാനായി നിൽക്കുമ്പോൾ അവളുടെ കോൺഫിഡൻസ് ഒന്നുകൂടെ കൂടുന്നുണ്ട്. ഒന്നുകൂടെ വിജയിക്കണമെന്ന് ഒരു തോര അവളുടെ ഉള്ളിൽ വരുന്നുണ്ട്. പക്ഷേ ആ മത്സരത്തിൽ ജസ്റ്റ് മിസ്സിന് അവൾ തോറ്റുപോവാണ്. ഒരുപാട് എഫേർട്ട് ഇട്ട് ആ ലാസ്റ്റ് നിമിഷം അവൾ തോറ്റത് എഫേർട്ട് ഇടാതെ ഒന്ന് പരിശ്രമിക്കുക പോലും ചെയ്യാതെ തോക്കുന്നതിനേക്കാൾ എത്രയോ വലിയൊരു വിജയമാണല്ലേ. അതുകൊണ്ട് തന്നെ അവളെ കുട്ടികളൊക്കെ പ്രശംസിക്കുന്നുണ്ട്. ആദ്യമായിട്ടാണ് ലൈഫിൽ ഇങ്ങനെ അവൾ ചെയ്യുന്ന ഒരു കാര്യത്തിന്റെ പേരിൽ ആരെങ്കിലും ഒക്കെ അവളെ പ്രശംസിക്കുന്നത്. അവൾക്കത് ഒരുപാട് സന്തോഷമാവുന്നു. പിന്നീട് ഒമയും എറിക്കോയും സംസാരിക്കുന്ന ടൈം അവനായിട്ട് ഇന്ന് മത്സരിക്കാതെ പിന്മാറിയ ആ ഒരു മാച്ചിലെ അതിനുവേണ്ടി പ്രാക്ടീസ് ഒക്കെ ചെയ്ത് അവൻ എത്രത്തോളം എഫേർട്ട് ഇട്ടു എന്നത് അവൾക്ക് അറിയാമായിരുന്നു. അവൾ അതൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. എന്നിട്ടും അവനോട് അസൂയുള്ള ആരൊക്കെ എന്തൊക്കെയോ പറഞ്ഞു എന്നും പറഞ്ഞ് അവൻ അങ്ങനെ പിന്മാറേണ്ട ഒരാളായിരുന്നില്ലെന്ന് പറഞ്ഞ് അവൾ അവനെ ചിയർ ചെയ്ത് സംസാരിക്കുമ്പോൾ തന്റെ പുറകെ തന്റെ ഫാനാണെന്ന് പറഞ്ഞ് നടക്കുന്ന പലരെയും അവനറിയാം. പക്ഷെ ആരും തന്നെ ഇത്രത്തോളം മനസ്സിലാക്കി തന്റെ ഒരു വിഷമത്തിലോ പ്രശ്നത്തിലോ ഇത്രത്തോളം തന്റെ കൂടെ ഒരു സപ്പോർട്ടായി നിൽക്കുമെന്ന് അവൻ ചിന്തിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അവൾ ഈ പറഞ്ഞ കാര്യങ്ങൾ അവനെ ഭയങ്കര ഇമോഷണൽ ആക്കുന്നുണ്ട്. അവൻ അവളോട് അവളെ ഇഷ്ടമാണെന്ന് പറഞ്ഞ് കിസ് ചെയ്യുമ്പോൾ അവൾക്ക് ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. തന്റെ ഇമാജിനേഷൻ എല്ലാം ഇപ്പോ റിയൽ ആവും, തന്റെ ഇമാജിനേഷൻ അല്ല ഇപ്പൊ റിയൽ ആവുന്നെന്ന് ഭയങ്കര എക്സൈറ്റഡ് ആവുന്നുണ്ട് അവൾ. അടുത്ത ദിവസം എല്ലാവരുടെയും മുന്നിൽ തങ്ങളുടെ റിലേഷൻഷിപ്പ് പ്രകടമാക്കുന്ന രീതിയിൽ തന്നെ പെരുമാറുന്ന കണക്കൊക്കെ അവൾ സ്വപ്നം കാണുന്നു. അത് വെറും സ്വപ്നമായിരുന്നു. അവരിപ്പോ റിലേഷൻഷിപ്പിലാണെങ്കിലും അത് രഹസ്യമായി മുന്നോട്ട് കൊണ്ടുപോകണം എന്നതാണ് ഒമി എറിക്കോയോട് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ പിന്നീട് അവന് തോന്നുന്നുണ്ട് താൻ അവളെ ഇഷ്ടപ്പെടുന്നെങ്കിൽ അതിങ്ങനെ വലിയ രഹസ്യമാക്കി വെച്ച് കൊണ്ടുപോകേണ്ട കാര്യമില്ല. അവൾ തന്നെ അത്രയോ ഇഷ്ടപ്പെടുന്നെങ്കിൽ അത് മറ്റുള്ളവർ അറിഞ്ഞു തന്നെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന്. അതിനായിട്ട് അന്ന് അവൻ ക്ലാസ് കഴിഞ്ഞ് അവനോട് പെൺകുട്ടികൾ സംസാരിച്ച് നിൽക്കുന്ന ഒരു സമയം തന്നെ അതുവഴി പോകുന്ന എറിക്കോയോട് അവന്റെ കൂടെ വരാനായി വിളിക്കുന്നു. അങ്ങനെ അവന്റെ വീട്ടിൽ ആരും ഇല്ലാന്ന് പറഞ്ഞ് അവൻ നേരെ അവളെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നു. അവിടെ വെച്ച് അവൻ വളരെ ജെന്റിൽമാൻ ആയി തന്നെ അവളോട് പെരുമാറുന്നുണ്ട്. അവളോട് സംസാരിച്ചിരിക്കാനും മനസ്സ് കൂടുതൽ അറിയാനുമായി അവൻ നോക്കുമ്പോൾ അവൻ ആക്ച്വലി നല്ലൊരു പയ്യനാണെന്നത് അവൾക്ക് മനസ്സിലാവുന്നുണ്ട്. അവൻ ചുമ്മാ പുറമെ ഇങ്ങനെ ജാടയൊക്കെ കാണിച്ച് നടക്കുന്നതാണ്. ഉള്ളിൻ്റെ ഉള്ളിൽ വെറും പാവമാണ്. വളരെ ഡീസന്റ് ഒരു പയ്യനാണെന്ന് മനസ്സിലാക്കുന്ന അവൾ വളരെ സന്തോഷത്തിൽ അവനെ കിസ് ചെയ്യാനായി പോകുന്നു. പക്ഷെ അവന്റെ ഹൈറ്റ് കാരണം അവൾക്ക് അവന്റെ കഴുത്തിൽ മാത്രമേ കിസ് ചെയ്യാനായി സാധിക്കുന്നുള്ളൂ. ആ ഒരു ടൈം അവനും തിരിച്ച് അതേ കണക്ക് അവളെ കിസ് ചെയ്യുന്നു. അവൾ ഒരുപാട് ഹാപ്പി ആവുന്നുണ്ട്. അടുത്ത ദിവസം സ്കൂളിൽ കഴിഞ്ഞ ദിവസം നടന്ന കാര്യങ്ങളൊക്കെ ഓർത്ത് വളരെ ഹാപ്പിയായി അന്ന് ക്ലീനിങ് ഡ്യൂട്ടി ചെയ്തുകൊണ്ടിരിക്കുന്ന അവളുടെ അടുത്ത് യോയി നിൽപ്പുണ്ടായിരുന്നു. യോയി കഴിഞ്ഞ ദിവസം ക്ലീനിങ് ഡ്യൂട്ടി അവൾക്ക് കൊടുത്തിട്ട് പോയിരുന്നല്ലോ. അവനും അവളെ കണക്ക് അങ്ങനെ ഫ്രണ്ട്സും കാര്യങ്ങളൊന്നും ഇല്ലാതെ പതിക്ക് നടക്കുന്ന ഒരു പയ്യൻ തന്നെയാണ്. അന്ന് അങ്ങനെ ചെയ്തതിന് സോറി ചോദിച്ച് സംസാരിച്ച് അവൻ ഇരിക്കുമ്പോഴേക്കും ഇവളാകട്ടെ ഒമിയെ സ്വപ്നം കണ്ട് നടക്കുന്നതിന്റെ ഇടയിൽ അവളുടെ തന്നെ അഴിഞ്ഞു കിടക്കുന്ന ഷൂ ലേസിൽ ചവിട്ടി വീഴുന്നുണ്ട്. ഈ ഒരു സമയം അവളുടെ ഫോണിൽ നിന്ന് അവളുടെ പോക്കറ്റിൽ നിന്ന് ഫോൺ മിസ് ആയിട്ടുണ്ടായിരുന്നു. അവൾ പക്ഷെ അത് ശ്രദ്ധിച്ചില്ല. ഇതേ ടീം തന്റെ മൊബൈൽ യൂസ് ചെയ്യുന്ന യോയി അതിലൊരു അക്കൗണ്ടിൽ നിന്ന് വന്നിരിക്കുന്ന പോസ്റ്റിന് കമന്റ് ഒക്കെ ഇട്ട ശേഷം ആകെ ഷോക്ക് ആവുന്നു. കാരണം അവൻ ആ ഒരു അക്കൗണ്ടിൽ കമന്റ് ഇടുന്ന അതിന്റെ നോട്ടിഫിക്കേഷൻ അവിടെ തറയിൽ വീണ് കിടക്കുന്ന എറിക്കോയുടെ ഫോണിൽ വരുന്നുണ്ടായിരുന്നു. അവൻ ഞെട്ടലോടെ ആ ഫോൺ എടുത്ത് നോക്കുന്നു. അപ്പോഴല്ലേ ഇവിടെ വലിയൊരു ട്വിസ്റ്റ് റിവീൽ ആവുന്നത്. ആർക്കും അറിയാതെ ഒരു ഫേക്ക് അക്കൗണ്ട്, അതായത് ലവ് സിക്ക് എലി എന്ന ഒരു ഫേക്ക് അക്കൗണ്ടിൽ തന്റെ സങ്കല്പ പ്രണയകഥകൾ എറിക്കോ പോസ്റ്റ് ചെയ്യാറുണ്ടായിരുന്നല്ലോ. ആ ഒരു അക്കൗണ്ടിൽ സ്ഥിരമായി ഒരു ഫോളോവർ ഉണ്ടെന്ന് പറഞ്ഞിരുന്നില്ലേ. എല്ലാ പോസ്റ്റുകളും ലൈക്ക് ചെയ്യും, ഷെയർ ചെയ്യും, ഫോളോ ചെയ്യും, കമന്റ് ചെയ്യും ഒക്കെ ചെയ്യുന്ന ഒരു കട്ട ഫോളോവർ. ആ ഫോളോവർ മറ്റാരും അല്ല, ഈ യോയിയാണ്. പക്ഷെ അവൻ അറിയില്ലായിരുന്നു അവൻ ഈ കഥകളൊക്കെ വായിച്ച് ഫോളോ ചെയ്യുന്ന ആ ഒരു അക്കൗണ്ടിന്റെ ഉടമ യഥാർത്ഥത്തിൽ എറിക്കോ ആണെന്ന കാര്യം. ഇപ്പൊ അവൻ ആ പോസ്റ്റ് കണ്ട് അതിൽ കമന്റ് ഇട്ടപ്പോൾ ആ നോട്ടിഫിക്കേഷന്റെ സൗണ്ട് ഇവളുടെ മൊബൈലിൽ വരുന്നത് കേട്ട് തറയിൽ കിടന്ന മൊബൈൽ എടുത്ത് നോക്കുമ്പോഴാണ് അവൻ ആ കാര്യം തിരിച്ചറിയുന്നത്. അവൻ ഇത് അറിഞ്ഞപ്പോഴും അവൾക്ക് അപ്പോഴും അറിയില്ല ഇവനാണ് തന്റെ കട്ട ഫോളോവറും ഇവൻ ഇപ്പൊ തന്റെ സീക്രട്ട് മനസ്സിലായിരിക്കുന്നു എന്ന കാര്യം. ഇപ്പൊ ഒമി റിയൽ ആയി ഡേറ്റ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തെങ്കിലും ഒമിയുമായിട്ടുള്ള ലവ് സ്റ്റോറി അവൾ ഇപ്പോഴും അതിൽ പോസ്റ്റ് ചെയ്യാറുണ്ടായിരുന്നു. അടുത്ത ദിവസമായിട്ട് യോയി എറിക്കോയുടെ അടുത്ത് പോയി അവളുടെ സീക്രട്ട് അവൻ അറിയാമെന്ന് പറയുന്നു. അത് കേട്ട് അവളാകെ ഞെട്ടിപ്പോവാണ്. കാരണം ഇത് പറഞ്ഞ് ഇവൻ തന്നെ ബ്ലാക്ക് മെയിൽ ചെയ്യുമോ എന്ന് അവൾ പേടിച്ച് നിൽക്കുമ്പോൾ അവളുടെ അക്കൗണ്ടിലെ ആ ഒരു ഫോളോവർ താനാണെന്ന് പറയുന്ന അവൻ അതൊന്നും പറഞ്ഞ് ബ്ലാക്ക് മെയിൽ ചെയ്യില്ല, നമുക്ക് നല്ല ഫ്രണ്ട്സ് ആയിരിക്കാന്നൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് എറിക്കോയോട് സംസാരിക്കാനായി അങ്ങോട്ടേക്ക് ഒമി വരുന്നത്. ഒമിയെ കണ്ടപാടെ യോയി ഞാൻ പറഞ്ഞ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കുമെന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോകുമ്പോൾ എന്താണെന്ന് ഒമി തിരക്കുന്നുണ്ട്. കാര്യങ്ങളെല്ലാം എറിക്കോ പറയുമ്പോൾ നീ അവന്റെ ഫ്രണ്ടൊന്നും ആവട്ടെ, നിനക്ക് വേറെ പണിയില്ലെന്നൊക്കെ ചോദിച്ച് അവന്റെ ഫ്രണ്ട്ഷിപ്പ് ഒക്കെ കട്ട് ചെയ്ത് കളയാനായി എറിക്കോയെ നിർബന്ധിക്കുമ്പോൾ അവൾക്ക് ലൈഫിൽ ആദ്യമായിട്ട്
കിട്ടിയ നല്ലൊരു ഫ്രണ്ടാണ് യോയി എന്ന് വിശ്വസിക്കുന്ന അവൾ അയ്യോ അങ്ങനെ ഫ്രണ്ട്ഷിപ്പ് കട്ട് ചെയ്യണമെന്നൊക്കെ ആകെ വല്ലാണ്ട് നിൽക്കാണ്. കാരണം അവളുടെ സീക്രട്ട് അറിഞ്ഞിട്ടും അവൻ ബ്ലാക്ക്മെയിൽ ചെയ്യാനൊന്നും മുതിരുന്നില്ല. അവളുമായി നല്ല ഫ്രണ്ട് ആയിരിക്കണമെന്നേ അവൻ ആഗ്രഹിക്കുന്നുള്ളൂ. നിനക്ക് വേണ്ടി ഞാൻ വീണ്ടും ടെന്നീസ് ക്ലബ്ബിൽ ജോയിൻ ചെയ്യാം, വീണ്ടും നന്നായി മത്സരിക്കാം, ഞാൻ സമ്മാനം ഉറപ്പായും നേടും, നിനക്കത് സന്തോഷമല്ലേന്ന് ഓമി ചോദിക്കുമ്പോ അതേന്ന് എറിക്കോ പറയുന്നുണ്ട്. അവനെ ചിയർ ചെയ്ത് അവന്റെ സന്തോഷങ്ങൾക്ക് എന്ത് സഹായം ചെയ്ത് അവൾ കൂടെ കാണുമെന്ന് ഉറപ്പ് നൽകുന്നു. ഇതേ ടീം അവൾക്ക് ഫ്രണ്ട്സ് ഒന്നും ഇല്ലാത്തതുകൊണ്ടാണ് യോയുമായി ഫ്രണ്ട് അവൻ ആഗ്രഹിക്കുന്നതെങ്കിൽ അവളുടെ ബെസ്റ്റ് ഫ്രണ്ടായി എന്നും കൂടെ കാണുമെന്നും അവൻ അവളോട് പറയുന്നുണ്ട്. അടുത്ത ദിവസമായിട്ട് യോയി പുറത്തു പോകാനായി വിളിച്ചത് പ്രകാരം എറിക്കോ അങ്ങോട്ടേക്ക് പോകുന്നുണ്ടെങ്കിലും ഒറ്റയ്ക്കായിരുന്നില്ല, ഓമിയെയും കൂടെ കൂട്ടിയിരുന്നു. പക്ഷെ ഓമിയുടെ കൂടെ എറിക്കോ വരുന്നത് യോയിക്ക് ഇഷ്ടപ്പെടുന്നില്ല. നിന്നെ ഒറ്റയ്ക്കല്ലേ ഞാൻ വിളിച്ചതെന്ന് യോയി ചോദിക്കുമ്പോൾ ഓമിയും നിന്റെ ഫ്രണ്ട് ആവാനായി ആഗ്രഹിക്കുന്നുണ്ട് എന്നെ പോലെയെന്ന് എറിക്കോ പറയുമ്പോൾ എനിക്ക് അവന്റെ ഫ്രണ്ട്ഷിപ്പ് ഒന്നും വേണ്ടെന്ന് പറഞ്ഞ് യോയി ദേഷ്യപ്പെട്ട് നിൽക്കാണ്. ഈ ടീം ഞാൻ ജസ്റ്റ് ഒരു ഫ്രണ്ട് മാത്രമല്ല എറിക്കോയ്ക്ക് അവളുടെ ബോയ് ഫ്രണ്ട് ആണെന്ന് പറയണം എന്ന് ഓമിക്ക് ഉണ്ടായിരുന്നെങ്കിലും അവനത് പറയും മുന്നേ ഇവരുടെ റിലേഷൻഷിപ്പ് രഹസ്യമാക്കി വെക്കാനായിട്ടായിരിക്കാം അവൻ ആഗ്രഹിക്കാന്ന് ഇപ്പോഴും വിചാരിച്ചിരിക്കുന്ന എറിക്കോ ഞങ്ങൾ ജസ്റ്റ് ഫ്രണ്ട്സ് മാത്രമാണെന്ന് അതിന്റെ ഇടയിൽ പറയുന്നുണ്ട്. എന്തായാലും ഓമി അവിടെ വന്ന് ഇഷ്ടപ്പെടാതെ യോയി അവിടെ നിന്ന് പോയി കഴിയുമ്പോൾ പിന്നീട് ആ ഒരു പേരില് ഓമിക്കും എറിക്കോയ്ക്കും ഇടയിൽ ഒരു സംസാരം നടക്കുന്നുണ്ട്. ആ ഒരു ടീം ഫ്രണ്ട്സ് ഒന്നും ഇല്ലാത്ത അവളുടെ ഫീലിംഗ്സ് അവന് മനസ്സിലാവില്ല എന്ന് ഓമിയോട് എറിക്കോ പറയുമ്പോൾ എങ്കിൽ നിനക്ക് എന്നെ വേണ്ടേ, അവൻ മതിയോ എന്ന രീതിയിൽ അവൾ ഫ്രണ്ട്ഷിപ്പിന് കൂടുതൽ വാല്യൂ കൊടുക്കുന്നു എന്ന് കണക്കാക്കി കുശുമ്പില് ഓമി പറയുമ്പോൾ അങ്ങനെ ആ ഒരു ടോക്ക് ബ്രേക്കപ്പ് എന്ന രീതിയിലേക്ക് ഇവർക്കിടയിൽ വരുന്നു. രണ്ടുപേരും അത് ആഗ്രഹിക്കുന്നില്ലെങ്കിലും സംസാരിച്ച് ആ ലെവലിലേക്കാണ് ചെല്ലുന്നത്. അങ്ങനെ അതുമൂലം രണ്ടുപേരും പിണങ്ങി പോകുന്നുണ്ടെങ്കിലും രണ്ടുപേരും അപ്സെറ്റ് ആണ്. അവർക്ക് ബ്രേക്കപ്പിൽ ഒട്ടും താല്പര്യമില്ല. ഒരിക്കൽ മോശമായി സംസാരിച്ച ആളിനോട് അല്ലെങ്കിൽ മോശമായ ഒരു പെരുമാറ്റം നേരിടേണ്ടി വന്ന ഒരു സാഹചര്യത്തിലേക്ക് മടങ്ങി പോകാൻ താല്പര്യപ്പെടാത്ത ഓമി അവനെ ഇൻസൾട്ട് ചെയ്ത ആ ഒരു ബാഡ്മിന്റൺ ഗ്രൂപ്പിൽ തന്നെ വീണ്ടും ചെന്ന് അവന്റെ കഴിവ് തെളിയിക്കാനും അവരുടെ മുന്നിൽ വീണ്ടും ഫൈറ്റ് ചെയ്ത് നിൽക്കാനും ഒക്കെ തീരുമാനിച്ചത് എറിക്കോ അവനിൽ വരുത്തിയ വലിയ മാറ്റമാണെന്ന് അറിയാവുന്ന അവന്റെ അങ്കിളായ സാറ് ഇവർക്കിടയിൽ ഇപ്പൊ എന്തോ പ്രശ്നമുണ്ടെന്ന് മനസ്സിലാക്കി തന്നെ എല്ലാ പ്രശ്നവും പരിഹരിച്ച് മുന്നോട്ട് പോകണമെന്ന് അവനൊരു ഉപദേശം നൽകുകയാണ്. കാരണം അവൾ കൂടെ ഉണ്ടെങ്കിൽ അവൻ നല്ലൊരു മാറ്റത്തിലൂടെയാണ് കടന്നു പോകുന്നതെന്ന് അങ്കിളിന് മനസ്സിലായിട്ടുണ്ടായിരുന്നു. എന്തായാലും അപ്പോഴേക്കും താൻ വിചാരിക്കുന്ന കണക്കൊന്നുമില്ല, ജസ്റ്റ് പ്യോർ ഫ്രണ്ട്ഷിപ്പ് മാത്രമാണ് എറിക്കോയ്ക്ക് ഓയോടുള്ളതെന്നും അവനും അതേ കണക്കാണ് തിരിച്ചുള്ളതെന്നും അവർ സംസാരിക്കുന്നത് മാറി നിന്ന് കേൾക്കുന്ന ഓമി മനസ്സിലാക്കുന്നു. പക്ഷെ അവർ പരസ്പരം അപ്പം ഒന്നും സംസാരിച്ച പിണക്കം മാറുന്നില്ല. ഇതേ ടീം അവിടെ ഒരു പ്രോഗ്രാം നടക്കുന്നതിന്റെ എല്ലാ കാര്യങ്ങളും ചെയ്യാനായിട്ടുള്ള ചുമതല എറിക്കോയ്ക്ക് ഏൽക്കേണ്ടി വരുന്നു. അവൾ അത് ചെയ്യുന്നതിൽ ബിസി ആയതുകൊണ്ട് തന്നെ ആ ഒരു ടൈം നടക്കുന്ന ഓമിയുടെ ബാഡ്മിന്റൺ കോമ്പറ്റീഷൻ കാണാനായി അവൾക്ക് പോകാൻ സാധിക്കുന്നില്ല. ആ നിരാശയിൽ അവൾ ഉണ്ടെങ്കിലും അവൻ ആ ഒരു റൗണ്ട് മത്സരങ്ങൾ ജയിച്ച് ഫൈനൽസിലേക്ക് ക്വാളിഫൈഡ് ആവുന്നു. അവൾ മത്സരം കാണാനായി വന്നില്ലെങ്കിലും അവനോട് ഇപ്പൊ പിണക്കം കണക്ക് രണ്ടുപേരും മിണ്ടാതിരിക്കുകയാണെങ്കിലും അവൾക്ക് കൊടുത്ത വാക്ക് പാലിക്കാനായി അവന് നന്നായി കളിച്ച് വിജയിച്ചേ സാധിക്കും. അങ്ങനെ അവൾ ആ ജോലിയുടെ തിരക്കിലൊക്കെ ഭയങ്കരമായി ഒട്ടും സമയമില്ലാതെ ഓടി നടക്കുന്ന ടീം സ്റ്റോർ റൂമിൽ എന്തോ എടുക്കാനായി പോകുന്ന അവളുടെ ദേഹത്ത് കബോർഡിന്റെ മുകളിലിരുന്ന സാധനങ്ങൾ വീഴുണ്ടായിരുന്നു. പക്ഷെ അങ്ങോട്ടേക്ക് എത്തുന്ന ഓമി അവളെ സേവ് ചെയ്യുന്നു. കൂടാതെ താനിപ്പോ മത്സരത്തിൽ വിജയിച്ച് കൊണ്ടുവന്നിരിക്കുന്ന ട്രോഫി മെഡലും എല്ലാം അവളെ കാണിക്കുമ്പോൾ അവൾക്ക് അത് നേരിട്ട് കാണാൻ സാധിച്ചില്ലെങ്കിലും അവൻ വിജയിച്ചിരിക്കുന്നു പറഞ്ഞ കണക്ക് തന്നെ അവൻ പാലിച്ചിരിക്കുന്നു എന്ന് ഓർക്കുമ്പോൾ അവൾ ഒരുപാട് ഹാപ്പി ആവുന്നുണ്ട്. അവൻ അവന്റെ കാര്യങ്ങൾ കറക്റ്റായി ചെയ്യുന്നുണ്ട്. ഞാനും ഏറ്റെടുത്ത ജോലി പൂർവാധിക ശക്തിയോടെ ചെയ്തു തീർക്കണമെന്ന് അത്രയും നേരം കുറച്ച് അപ്സെറ്റ് ആയി ജോലിയിൽ ഉഴപ്പി നിന്ന് അവൾ വേഗം തന്നെ അതെല്ലാം ചെയ്തു തീർക്കാനായി പോകുന്നു. അങ്ങനെ അവൾ ആ ജോലിയെല്ലാം നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്ത് ഫിനിഷ് ചെയ്യുമ്പോൾ അവൾ ഒറ്റയ്ക്കെല്ലാം ഭംഗിയായി ചെയ്തതിന്റെ പേരിൽ അവളുടെ കൂട്ടുകാര് അതായത് ക്ലാസ്മേറ്റ്സ് കുട്ടികളൊക്കെ തന്നെ അവളെ കൺഗ്രാറ്റുലേറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ രണ്ടുപേരും ഇപ്പൊ പരസ്പരം കൊടുത്ത വാക്കുകൾ പാലിച്ച് ഹാപ്പിയായി നിൽക്കാണ്. അവർക്കിടയിലെ പിണക്കവും ആ ഒരു ഇൻസിഡന്റോട് കൂടി മാറുന്നു. പിണങ്ങണമെന്ന് വെച്ചവർ പിണങ്ങിയതല്ല, ആ ഒരു സിറ്റുവേഷൻ മൂലം ഒന്നും രണ്ടും പറഞ്ഞത് പിണക്കത്തിലേക്ക് പോയതാണ്. അല്ലാതെ രണ്ടുപേർക്കും ഈ ഒരു റിലേഷൻഷിപ്പ് അവസാനിപ്പിക്കണമെന്നില്ലല്ലോ. അതുകൊണ്ട് എല്ലാ പ്രശ്നങ്ങളും സോൾവ് ചെയ്ത ശേഷം അവരിപ്പോ പരസ്പരം മനസ്സ് തുറന്ന് സംസാരിച്ച് ഇവിടെ ഇങ്ങനെ ഒന്നിക്കുകയാണ്. അതോടുകൂടി ഇവരുടെ റിലേഷൻഷിപ്പ് മൂടി വെക്കണം എന്നൊരു തീരുമാനം രണ്ടുപേർക്കുമില്ല. സ്കൂളിൽ എല്ലാവരുടെ മുന്നിൽ ഡേറ്റിംഗ് ആണ് തങ്ങൾ എന്നത് വെളിപ്പെടുത്തി തന്നെ അവർ കൈകൾ കോർത്ത് പിടിച്ച് നടക്കുന്നു. കുറെ പേർക്ക് ഇവരുടെ ഈ പേര് വളരെ ക്യൂട്ടായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ അതേസമയം കുറെ പേർക്ക് ഓ എന്തിനു കൊള്ളാം അവൻ എന്ത് നല്ല പയ്യനാ എന്നൊരു ആറ്റിറ്റ്യൂഡാണുള്ളത്. അങ്ങനെ എല്ലാവരെയും തൃപ്തിപ്പെടുത്തി നമുക്ക് ജീവിക്കാനും കഴിയില്ല. നമ്മുടെ മനസ്സിൽ ശരിയെന്ന് തോന്നുന്ന നല്ല കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോവാ, നമ്മുടെ സന്തോഷത്തിന് ജീവിക്കുക, അത് മാത്രമാണ് നമുക്ക് ചെയ്യാൻ കഴിയുക. തന്റെ ഇമാജിനേഷൻ റിയൽ ആയി മാറിയ സന്തോഷത്തിൽ അങ്ങനെ എറുക്കമുള്ളപ്പോ തനിക്ക് നല്ലൊരു ഗേൾ ഫ്രണ്ടിനെ തന്നെ കിട്ടിയ സന്തോഷത്തിലായിരുന്നു ഓമി ഉണ്ടായിരുന്നത്. അവന്റെ എല്ലാം മനസ്സിലാക്കി എല്ലാ വൾണറബിലിറ്റീസും അവനെ തന്നെ മൊത്തത്തിൽ മനസ്സിലാക്കി അത് അക്സെപ്റ്റ് ചെയ്ത് ഇഷ്ടപ്പെടാൻ കഴിയുന്ന ഒരാളെ തന്നെയാണല്ലോ അവനും കണ്ടെത്തിയത്. അങ്ങനെ ഇവർ ഹാപ്പി ആയി ഉള്ളത് കാണിച്ചുകൊണ്ട് ഈ കഥ ഇവിടെ അവസാനിക്കുകയാണ്.